ബില്ലേഴ്സ് അക്കാദമിയുടെ ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന ക്ലാസ്സിൻ്റെ ഭാഗമായി അഞ്ചാമത്തെ പാർട്ട് അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജൻ മാഷ് ഏകദേശം ഒരു 41 വർഷത്തിലേറെ അക്കൗണ്ടൻസി പഠിപ്പിച്ച് പരിചയം എനിക്കുണ്ട്. ഇന്നലെ നമ്മൾ ലെഡ്ജർ അക്കൗണ്ട്, വാട്ട് ഈസ് ആൻ അക്കൗണ്ട്, അക്കൗണ്ട് എന്നാൽ an account is a device used to record the effect of transaction. ഒരു ട്രാൻസാക്ഷൻ്റെ ഫലം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഒരേ വിഭാഗത്തിൽപ്പെട്ട അക്കൗണ്ടുകളുടെ കൂട്ടത്തെ ലെഡ്ജർ എന്ന് വിളിക്കുന്നു. LEDGER. ലെഡ്ജർ മീൻസ് എ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ്. ചെലവുകളുടെ അക്കൗണ്ടുകളുണ്ടാവും, വരവുകളുടെ അക്കൗണ്ടുണ്ടാവും, വ്യക്തികളുടെ കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ടുണ്ടാവും, ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഒരേ വിഭാഗത്തിൽപ്പെട്ട അക്കൗണ്ടുകളുടെ കൂട്ടത്തിനെയാണ് ലെഡ്ജർ എന്ന് വിളിക്കുന്നത്. ഇന്നലെ ഞാനൊരു പേഴ്സണൽ അക്കൗണ്ടിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാനൊരു ക്യാഷ് അക്കൗണ്ടിനെ പരിചയപ്പെടുത്തി. ക്യാഷ് അക്കൗണ്ട് എല്ലാ സ്ഥാപനത്തിലും നിർബന്ധമായും കൃത്യമായും വരയ്ക്കുന്ന അക്കൗണ്ടാണ് ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് ഇല്ലാത്ത ഒരു വ്യാപാര സ്ഥാപനമില്ല. പണം വ്യാപാരത്തിൻ്റെ രക്തമാണ്. ക്യാഷ് ഈസ് ദ ലൈഫ് ബ്ലഡ്. അപ്പോൾ ക്യാഷ് ഇല്ലാതെ ഒരു കാര്യവും ബിസിനസ് ആരംഭിക്കാൻ ക്യാഷ് വേണം, ബാങ്കിൽ ട്രാൻസാക്ഷൻ നടത്താൻ ക്യാഷ് വേണം, സാധനങ്ങൾ മേടിക്കാൻ ക്യാഷ് വേണം, സാലറി കൊടുക്കാൻ ക്യാഷ് വേണം. എല്ലാ ചെലവുകളും നടത്തുന്നതിന് പണം അനിവാര്യമാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ട് എല്ലാ സ്ഥാപനങ്ങളും കൃത്യമായി വരയ്ക്കുന്നതുമായ അക്കൗണ്ടാണ് ക്യാഷ് അക്കൗണ്ട്. ബിസിനസ് ആരംഭിക്കുമ്പോൾ ഉടമസ്ഥൻ വീട്ടിൽ നിന്ന് തൻ്റെ ബിസിനസ്സിലേക്ക് ആവശ്യമായ പണം കൊണ്ടുവരും. അപ്പോൾ സ്റ്റാർട്ടപ്പ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 50,000. സ്റ്റാർട്ടപ്പ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 50,000. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ 50,000 രൂപയെത്തി. ഉടമസ്ഥൻ കൊണ്ടുവന്നതായതുകൊണ്ട് അവൻ്റെ മൂലധനമായിട്ട് തന്നെ കണക്കാക്കും. ഇപ്പോൾ രണ്ടാമത്തെ ക്യാഷ് അക്കൗണ്ട് ക്യാപിറ്റൽ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് വന്നതുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു, ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാപിറ്റൽ. ക്യാഷ് അക്കൗണ്ടിൽ ഇങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. ക്യാഷ് അക്കൗണ്ടിൽ ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലുള്ള ടു ക്യാപിറ്റൽ. ക്യാഷ് അക്കൗണ്ടിൽ ഒരിക്കലും ക്യാഷ് എഴുതാൻ പാടില്ല. ഇനി ഇതേ ട്രാൻസാക്ഷൻ, ഇതേ എൻട്രീനെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ വീണ്ടും ബൈ ക്യാഷ് എഴുതും. അത് ഇതിൻ്റെ പിന്നാലെ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി 50,000 രൂപയിൽ ഒരു 10,000 രൂപ കൊണ്ട് ബാങ്കിൽ നിക്ഷേപിച്ചു. ബാങ്കിലേക്ക് പണം കൊടുത്തു. ബാങ്കിൽ പണം കൊടുക്കുമ്പോൾ ബാങ്കാണ് നമ്മുടെ ക്യാഷിൻ്റെ റിസീവർ. ക്യാഷ് പോയി ബാങ്ക് റിസീവർ ആയതുകൊണ്ട് പേഴ്സണൽ അക്കൗണ്ട് നിയമമനുസരിച്ച് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്ന നിയമമനുസരിച്ച് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ബാങ്ക് റിസീവറാണ്, ബാങ്കിനെ ഡെബിറ്റ് ചെയ്തു. പോയത് ക്യാഷാണ്, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. ഇവിടെ ബൈ ബാങ്ക് 10,000. ബൈ ബാങ്ക് 10,000. ഇനി നമ്മൾ ബിസിനസ്സിലെ ഉടമസ്ഥനാണ്. അതിൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി മേശ, കസേര തുടങ്ങിയ ഫർണിച്ചറുകൾ മേടിക്കും. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ₹3,000. ഫർണിച്ചർ മേടിക്കുമ്പോൾ ഫർണിച്ചർ നമുക്ക് കിട്ടി, പെട്ടിയിൽ നിന്ന് ക്യാഷ് പോയി.
ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്ന നിയമം അനുസരിച്ച് ഫർണിച്ചർ കംസ് ഇൻ ടു ദ ബിസിനസ്, ഫർണിച്ചർ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്. ക്യാഷ് ഈസ് ഗോസ് ഔട്ട് ഫ്രം അവർ ക്യാഷ് ബോക്സ്, ദർഫോർ ക്യാഷ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്. അപ്പോൾ എൻട്രി ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഈ എൻട്രി അനുസരിച്ച് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി എന്തോ ബൈ ഫർണിച്ചർ 3000 രൂപയുടെ ഫർണിച്ചർ, 3000 രൂപ ഫർണിച്ചർ. ഇനി ഇതിന് ഈ ക്യാഷ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ റെന്റ് റിപ്പോർട്ട് വഴി വരവുകളൊക്കെ ഡെബിറ്റ് സൈഡിൽ, ചെലവുകളൊക്കെ ക്രെഡിറ്റ് ചെയ്യും. വരവുകൾ ക്രെഡിറ്റ് സൈഡിൽ, ചെലവുകൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ വായിക്കുന്നത് വരവാണോ ചെലവാണോ എന്ന് മാത്രം അറിഞ്ഞാൽ നമുക്ക് ക്യാഷ് അക്കൗണ്ട് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഗുഡ്സ് ആർ സോൾഡ് ഫോർ ക്യാഷ്, റെഡി ക്യാഷ് സാധനങ്ങൾ വിറ്റു എന്ന് പറയുമ്പോൾ പണം വന്നു, അത് വരവാണ്. വരവായതുകൊണ്ട് ഇവിടെ ടു സൈഡ്സ്. ഇനി കുറേ സാധനങ്ങൾ നമ്മൾ റെഡി ക്യാഷ് കൊടുത്ത് മേടിച്ചു. പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്, ചിലവായതുകൊണ്ട് ബൈ പർച്ചേസ്, ചിലവായതുകൊണ്ട് ബൈ. ഇനി സാലറി കൊടുത്തു, സാലറി എന്ന് പറഞ്ഞൊരു ചിലവാണ്, ചിലവായതുകൊണ്ട് അതും ക്രെഡിറ്റ് ചെയ്തു ബൈ സാലറി. സ്ഥാപനത്തിൻ്റെ വാടക കൊടുത്തു, റെന്റ് പെയ്ഡ്, അത് ചിലവാണ് ബൈ റെന്റ്. കമ്മീഷൻ കിട്ടി വരവാണ്, കമ്മീഷൻ കിട്ടി വരവാണ് ടു കമ്മീഷൻ. ഇനി സ്റ്റേഷനറി ആർട്ടിക്കിൾസ് മേടിച്ചു, പേന, പെൻസിൽ, കടലാസ്, മഷി തുടങ്ങിയ സ്റ്റേഷനറി ആർട്ടിക്കിൾസ് മേടിച്ചാൽ ബൈ സ്റ്റേഷനറി. അപ്പോൾ ചിലവുകളെല്ലാം മെഡിസൈഡിൽ വരവുകളെല്ലാം ഉള്ളതിൻ്റെ അക്കൗണ്ടിൻ്റെ രണ്ട് സൈഡിൽ കൂട്ടി കുറവുള്ള സൈഡിൽ മിച്ചം കണ്ടുപിടിക്കുന്നു. ആ പ്രോസസ്സിനെയാണ് ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട്. അപ്പോൾ ഞാൻ 3 പദങ്ങൾ പരിചയപ്പെടുത്തി. വാട്ട് ഈസ് ആൻ അക്കൗണ്ട്? ആൻ അക്കൗണ്ട് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു റെക്കോർഡ് ദ എഫക്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ. Then what is a ledger? Ledger means a group of accounts. ഒരേ വിഭാഗത്തിൽപ്പെട്ട കുറേ അക്കൗണ്ടുകളുടെ കൂട്ടത്തെയാണ് ലെഡ്ജർ. ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട്. ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട് മീൻസ് ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 sides ഓഫ് ആൻ അക്കൗണ്ട്. ഒരു അക്കൗണ്ടിന് 2 സൈഡും തമ്മിലുള്ള വ്യത്യാസത്തെ കണ്ടുപിടിക്കുന്നു. ആ പ്രോസസ്സിനെയാണ് ബാലൻസിങ് ഓഫ് ആൻ. ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവാണെങ്കിൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ്, നേരെ മറിച്ചാണെങ്കിൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ്. ഇത് കൂട്ടി, ഇതിപ്പോൾ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ പറയുന്നത്. അതേ അതിൻ്റെ നേരെ ഈ ടോട്ടലായ 55,300 നിന്ന് ഇതെല്ലാം കൂടെ കൂട്ടി കിട്ടുന്ന ഫലം കുറച്ചപ്പോൾ മിച്ചം കിട്ടും. മിച്ചം 38,000 രൂപ. അപ്പോൾ ഇതിനെ ബാലൻസ് ക്യാരി ഔട്ട്, ആ ബാലൻസ് ഇതിപ്പോൾ ജനുവരിയിലാണ്, ഫെബ്രുവരിയിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്തു. ബാലൻസ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഇതിൻ്റെ പിന്നെ
പിന്നാലെ നമ്മൾ ഓരോ അക്കൗണ്ട് പഠിക്കും, എന്നിട്ട് അത് പോസ്റ്റ് ചെയ്യാൻ പഠിക്കുന്നു, അക്കൗണ്ടിൻ്റെ ബാലൻസ് എടുക്കുന്നു, ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നു, ട്രയൽ ബാലൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പിന്നാലെ നമുക്ക് വരുന്നുണ്ട്. ഈ ക്ലാസ്സിനെ പറ്റി ഒരു ഏകദേശം ഐഡിയ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് എന്തെങ്കിലും മനസ്സിലായെങ്കിൽ ക്ലാസ്സിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.